Hi everyone, welcome to Competitive Cracker. ഞാൻ പ്രിയ. നമ്മൾ ജനറൽ പേപ്പറിൽ ഇന്ന് നോക്കുന്നത് ഹയർ എഡ്യൂക്കേഷൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയർ ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എപ്പോഴും നമുക്ക് ഹയർ എഡ്യൂക്കേഷൻ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്തായിരിക്കും, കുറച്ച് നമുക്ക് പഠിക്കാനുള്ള ഏരിയാസിൽ നിന്നും പിന്നെ കറണ്ട് അഫയേഴ്സ് നമുക്ക് നോക്കാവുന്നതാണ്. ഇപ്പോൾ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഹയർ എഡ്യൂക്കേഷനിൽ ഇൻക്ലൂഡഡ് ആയിട്ടും പുതിയ പോളിസീസ്, പുതിയ ഇന്നോവേഷൻസ് അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഹയർ എഡ്യൂക്കേഷനിൽ വരുന്നതാണ്. പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റിലും ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കാണാവുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന ഹയർ എഡ്യൂക്കേഷൻ പാർട്ടിലെ തന്നെ യൂണിവേഴ്സിറ്റികളുടെ കാര്യത്തിൽ, ആൻഷ്യൻ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കൂ, ഈ ക്വസ്റ്റ്യൻ എപ്പോഴും എന്താണ്, നമുക്ക് കറന്റ്ലി അല്ലാതെയും അതുപോലെ തന്നെ അടുത്തിട്ടുള്ള എക്സാംസിലും കണ്ടുവരുന്ന അല്ലെങ്കിൽ മുന്നേ തൊട്ടേ ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ടൈപ്പാണ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആണ്. ഈ ഇയർ ബേസിസിൽ ഈ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്നായിരുന്നു അല്ലെങ്കിൽ തക്ഷശിലയുടെ കാര്യത്തിൽ വരുന്ന ക്വസ്റ്റ്യൻ, ആ ഒരു പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് വെൻ വാസ് തക്ഷശില ഡിക്ലെയർ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്നുള്ളത്. ഓക്കെ, വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് തക്ഷശിലേനെ യുനെസ്കോ ഡിക്ലെയർ ചെയ്തത് ഏത് ഇയറിലാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. 1970, 1990, 1980, 2003 എന്നുള്ളതാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു യൂണിവേഴ്സിറ്റിയുടെ കാര്യം പഠിക്കുമ്പോൾ ആ യൂണിവേഴ്സിറ്റി എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്, കറൻ്റ്ലി അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, ഇപ്പോൾ ഉണ്ടോ, അത് വർക്കിംഗ് ആണോ എന്നുള്ള കാര്യങ്ങളും, അതിന് മുന്നേ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്, അതുപോലെ തന്നെ അവിടെ ഏത് എംപയർ ആയിരുന്നു ഉണ്ടായിരുന്നത്, ആരാണ് റൂൾ ചെയ്തിരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ആ യൂണിവേഴ്സിറ്റി, ആൻഷ്യൻ യൂണിവേഴ്സിറ്റീസ് പഠിക്കുന്ന കാര്യത്തിൽ നോക്കേണ്ടതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താണ്, നമ്മുടെ തക്ഷശില യൂണിവേഴ്സിറ്റീനെ ഡിക്ലെയർ ചെയ്തത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തത് ഏത് ഇയറിലാണ് എന്നുള്ളതാണ്. തക്ഷശില ആൻഡ് ആൻഷ്യൻ ആർക്കിയോളജിക്കൽ സൈറ്റ്, അതൊരു ആർക്കിയോളജിക്കൽ സൈറ്റ് ആണ്. ഇൻ പ്രസന്റ് ഡേ പാകിസ്ഥാൻ, അതെവിടെയാണ്, പാകിസ്ഥാനിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇറ്റ് വാസ് ഇൻസ്ക്രൈബ്ഡ് ബൈ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഇൻ 1980, 1980 അതിനെ യുനെസ്കോ എന്തായി പ്രഖ്യാപിക്കുന്നത്, വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിക്കുന്നത്. The recognition by UNESCO highlights the cultural and historical significance of Takshila, making it a protected area for global importance. അപ്പോൾ ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, കൾച്ചറൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് അതിനുണ്ട്. അതെന്താണ്, തക്ഷശില എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷണൽ യൂണിവേഴ്സിറ്റിയാണ്, ആൻഷ്യൻ യൂണിവേഴ്സിറ്റിയാണ്. 1980 ആണ്. ഓക്കെ, 1980 യുനെസ്കോ അതിനെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിക്കുന്നത്. നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നമ്മൾ ക്രാഷ് ബാച്ച്, തണ്ടർ ബാച്ച് പേപ്പർ 1 വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് കോഴ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ്, വിച്ച് ആൻഷ്യൻ ഇന്ത്യൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വാസ് നോൺ ഫോർ ഇറ്റ്സ് ഫോക്കസ് ഓൺ ദ സ്റ്റഡി ഓഫ് ലോ. നമുക്കറിയാം പണ്ടുള്ള ആൻഷ്യൻ യൂണിവേഴ്സിറ്റികൾ പ്രത്യേകിച്ച് സ്പെഷ്യലൈസ് ചെയ്യുന്ന ഏരിയാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ലോ സ്പെഷ്യലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ലോ സ്റ്റഡിയുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ താഴെ തന്നിരിക്കുന്നതിൽ ഏത് എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. നോക്കൂ, നളന്ദ യൂണിവേഴ്സിറ്റി ഉണ്ട്, തക്ഷശില യൂണിവേഴ്സിറ്റി, വിക്രംശില യൂണിവേഴ്സിറ്റി, ധർമ്മശാസ്ത്ര യൂണിവേഴ്സിറ്റി. ഇതിൽ ലോ ഫോക്കസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഏതാ എന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഏതാണ് വരുന്നത്, ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓക്കെ, ദ ആൻഷ്യൻ ഇന്ത്യൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നോൺ ഫോർ ഇറ്റ്സ് ഫോക്കസ് ഓൺ സ്റ്റഡി ഓഫ് ലോ വാസ് തക്ഷശില യൂണിവേഴ്സിറ്റി. ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ലോ ഫോക്കസ് ചെയ്യുന്നത് ഏതാണ്, തക്ഷശില യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ ഒന്നുകൂടെ പഠിക്കണം, ഏതൊക്കെ ഏരിയാസിലായിരുന്നു അവർ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം നോക്കേണ്ടത്, ആ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന മഹത് വ്യക്തികളുണ്ടാവും. ഓക്കെ, അവരെയും കൂടി നമ്മൾ ആരൊക്കെയാണ്, ചില വിസിറ്റ് ചെയ്ത ആളുകളുണ്ടാവും. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിയിലും പുറത്തുനിന്ന് വന്ന് വിസിറ്റ് ചെയ്ത് അവിടെ തന്നെ പഠിച്ച ആളുകളും ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെ നെയിം കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ ആ ഏരിയ കൂടി നോക്കുക. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. When the Indian government through an act of parliament reassured the ancient university through of Nalanda University bill and subsequently a new Nalanda University was established. ഏത് ഇയർ ആണ് എന്നുകൂടി നോക്കണം. ഓക്കെ, ഇയർ നോക്കണം, മന്ത് കൂടി നമ്മൾ നോക്കണം. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ, ആൻഷ്യൻ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ ഒന്നുകൂടെ നോക്കണം, ഏത് ഇയറിലാണ് അതിനൊരു മാറ്റം കൊണ്ടുവന്നേക്കുന്നത്, അല്ലെങ്കിൽ ആക്ട് ഓഫ് പാർലമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ് പുതിയതായിട്ട് അതിന് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, ആ പോളിസീസും അതിൻ്റെ ഇയർ
ഇയറും മന്തും കൂടെ പഠിക്കുക എന്നുള്ളതാണ്. നോക്കാം, ആൻസർ ഡി ആണ് വരുന്നത്. ദ ഡിസിഷൻ ടു റീസ്ട്രക്ചർ നാലന്ദ യൂണിവേഴ്സിറ്റി ആൻഡ് എസ്റ്റാബ്ലിഷ് ഇറ്റ് എ മോഡേൺ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വാസ് ഇനീഷ്യേറ്റഡ് ത്രൂ ദ passage of Nalanda University Act November 25, 2010 by the Indian Parliament. ഓക്കെ, ആ ഒരു മന്തും ഡേറ്റും കൂടെ ഓർത്തു വയ്ക്കുക. ഇങ്ങനെയുള്ള കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ ജനറൽ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് കൂടി വരാറുണ്ട്. പുതിയതായിട്ട് ആ പോളിസീൻ്റെ കാര്യങ്ങൾ കൂടെ ഹയർ എഡ്യൂക്കേഷനിൽ വരാറുണ്ട്. ഇത് ആൻഷ്യൻ യൂണിവേഴ്സിറ്റി ആയിട്ട് കണക്ട് ചെയ്തുകൂടി വരാറുണ്ട്. കാരണം അതിൻ്റെ മാറ്റങ്ങളായിരിക്കും ചിലപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടാവുക. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിക്രംശില വാസ് വൺ ഓഫ് ദ ടു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെൻറ്റർ ഓഫ് ലേണിംഗ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ ഏത് എംപയറിൻ്റെ പീരീഡാണ്, ഏത് രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ രാജവംശത്തിൻ്റെ കാലഘട്ടത്തിലാണ് നളന്ദ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ വിക്രംശില യൂണിവേഴ്സിറ്റി ആയിട്ട് ഉണ്ടായിരുന്നത്? ഓക്കെ, വിക്രംശില വാസ് വൺ ഓഫ് ദ ടു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെൻറ്റർ ഫോർ ലേണിംഗ്. അപ്പോൾ ഏത് കാലഘട്ടത്തിലാണ്, ഏത് രാജവംശ കാലഘട്ടത്തിലാണ് ഉണ്ടായിരുന്നത് എന്നാണ് നമുക്ക് അറിയേണ്ടത്. നോക്കൂ, ഏതൊക്കെയാണ് ഓപ്ഷൻസ്? മുഗൾ എംപയർ ഉണ്ട്, ഗുപ്ത എംപയർ ഉണ്ട്, മൗര്യ എംപയർ ഉണ്ട്, പാല എംപയർ ഉണ്ട്. അപ്പം നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ പഠിക്കുമ്പോഴാണ് പാല ഡൈനാസ്റ്റിയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓരോ ആൻഷ്യൻ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിലും പഠിക്കുമ്പോൾ ഏത് രാജവംശ കാലത്താണ് അതിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് വന്നിരുന്നത് എന്നുള്ളത് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ വരുന്നത് പാല ഡൈനാസ്റ്റി, ആൻസർ ഡി ആണ് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. നോക്കൂ, ഡ്യൂറിങ് ദ പാല എംപയർ വിക്രംശില എമേർജ്ഡ് ആസ് എ സിഗ്നിഫിക്കൻറ്റ് ബുദ്ധിസ്റ്റ് ലേണിംഗ് സെൻറ്റർ. വിക്രംശില എന്താണ്? സിഗ്നിഫിക്കൻറ്റ് ബുദ്ധിസ്റ്റ് ലേണിംഗ് സെൻറ്റർ ആണ്. ഓരോ സെൻറ്ററും ഓരോ യൂണിവേഴ്സിറ്റിയും ഓരോ കാര്യങ്ങളെ ഫോക്കസ് ചെയ്തിരുന്നു. അപ്പോൾ വിക്രംശില എന്താണ്? ബുദ്ധിസ്റ്റ് ലേണിംഗ്. പാല എംപയറുടെ പീരീഡിൽ എലോങ് വിത്ത് നളന്ദ ദ പാല എംപയർ വിച്ച് എക്സിസ്റ്റഡ് ഫ്രം 8th to the 12th century. ഏത് സെഞ്ചുറി കാലഘട്ടത്തിലാണ് ഉണ്ടായിരുന്നത്? 8 to 12, 8 to 12th സെഞ്ചുറിയിലാണ്. പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ ദ പാർട്ടനേജ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ബുദ്ധിസം ഇൻ ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്. ഏതൊക്കെ കാര്യത്തിലാണ് മെയിൻ ഫോക്കസ് കൊടുത്തത്? ബുദ്ധിസം ലേണിങ്ങിന് വേണ്ടിയിട്ടാണ് ഫോക്കസ് കൊടുത്തിരുന്നത്. അപ്പോൾ ഏത് എംപയറിൻ്റെ കീഴിലായിരുന്നു? പാല ഡൈനാസ്റ്റി അല്ലെങ്കിൽ പാല എംപയറിൻ്റെ കീഴിലായിരുന്നു ഈ യൂണിവേഴ്സിറ്റീസ് ബുദ്ധിസം ഫോക്കസ് ചെയ്തിട്ടുള്ള സ്റ്റഡീസ് നടത്തിക്കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ തണ്ടർ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ. ഇനിയുള്ള എക്സാം 60 ഡേയ്സിന് വേണ്ടിയിട്ട് നമ്മൾ 10+ മോക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ 1000+ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡഡ് ആയിട്ട് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് 56 ലൈവ് ക്ലാസ്സസും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക്